പശ്ചിമേഷ്യയിൽ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ്. സമാധാന നീക്കങ്ങളെ മുഴുവൻ അപ്രസക്തമാക്കി ഇസ്രയേൽ ഇറാൻ യുദ്ധം ആളിക്കത്തുകയാണ്. ഇറാനിലെ യെവൻ ജയിലിലും ഫോർദോ ആണവ നിലയവും വിമാനത്താവളങ്ങളും ലക്ഷ്യമിട്ട് ഇസ്രയേൽ ഇന്ന് കനത്ത ആക്രമണം നടത്തി. ഇസ്രയേൽ F-35 യുദ്ധവിമാനം വെടിവെച്ചിട്ടെന്ന് ഇറാന്റെ അവകാശവാദം. തെക്കൻ ഇസ്രയേലിലെ അഷ്ദോദിൽ ഇറാന്റെ മിസൈൽ ആക്രമണം. സിറിയയിലെ അമേരിക്കൻ സേനാത്താവളത്തിൽ ഇറാൻ അനുകൂല സായുധ സംഘം ആക്രമിച്ചുവെന്നും റിപ്പോർട്ടുകൾ വരുന്നു. ബങ്കർ ബസ്റ്റർ ബോംബുകളും ടോമഹോക്ക് മിസൈലുകളും ഉപയോഗിച്ച് അമേരിക്ക ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഫോർദോ ആണവ കേന്ദ്രത്തിന് നേരെ വീണ്ടും ആക്രമണമുണ്ടായിരിക്കുന്നത്. ആണവ കേന്ദ്രം ആക്രമിക്കപ്പെട്ടതായി ഇറാനും സ്ഥിരീകരിച്ചു. ഇതിനു പുറമെ ഇറാനിലെ 6 വിമാനത്താവളങ്ങളിലും ഇസ്രയേൽ ഡ്രോൺ ആക്രമണം നടത്തി. ഹിബ്രു ഭാഷയിലുള്ള എക്സ്പോസ്റ്റിലൂടെയാണ് സൈന്യം വിവരം പുറത്തുവിട്ടത്. 15 വിമാനങ്ങളും ഹെലികോപ്റ്ററും റൺവേകളും തകർക്കപ്പെട്ടു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ ഓഫീസ് തകർത്തതായും ഇസ്രയേൽ അവകാശപ്പെട്ടു. രാഷ്ട്രീയ തടവുകാരെ പാർപ്പിക്കുന്ന ഇറാനിലെ കുപ്രസിദ്ധ എവിൻ ജയിലിലും ഇസ്രയേൽ ബോംബ് വർഷിച്ചു. റെഡ് ക്രസന്റിന്റെ കേന്ദ്രം അടക്കം ആക്രമിക്കപ്പെട്ടതായാണ് വിവരം. തെക്കൻ ഇസ്രയേലിലെ അഷ്ദോദിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായി. തബ്രിസിൽ ഇസ്രയേലിന്റെ F-35 വിമാനം വെടിവെച്ചിട്ടെന്ന് ഇറാൻ അവകാശപ്പെട്ടു. വടക്കൻ ഇസ്രയേലിൽ അപായ സൈറണുകൾ മുഴങ്ങി. തെക്കൻ ഇസ്രയേലിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക് 24.